ഹായ് ഹലോ വെൽക്കം ടു ഗോസിപ്പ് ഗേൾസ്. ലെറ്റ്സ് സ്പിൽ സം ഹോട്ട് ടീ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ സമാധിയെയും അതിനു പുറകിലെ കോൺസ്പിറസിയെയും പറ്റിയാണ്. ഈ ഒരു വിഷയത്തെ പറ്റി ദിവസങ്ങളായി ന്യൂസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാവർക്കും അറിയാമായിരിക്കും. ഞങ്ങളുടെ അച്ഛൻ സമാധിയായതാണ്, മരിച്ചതല്ല, സമാധി പൊളിച്ചാൽ അതിന്റെ പവർ പോകും, ഇത്തരത്തിലുള്ള യാതൊരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങളാണ് മരിച്ച വ്യക്തിയുടെ ഫാമിലി പറയുന്നത്. ഈ സമാധിക്കു പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ വേണ്ടി പോലീസും ഉദ്യോഗസ്ഥരും സമാധി പൊളിക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് കോടതി ഇടപെട്ടാണ് സമാധി പൊളിക്കാൻ സാധിച്ചത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ബട്ട് ഇതിനു പിന്നിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വർഗീയതയെ റിലേറ്റ് ചെയ്യുന്നതാണ്. മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് സമാധി പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നുള്ള വർഗീയമായ സ്റ്റേറ്റ്മെന്റ്സ് ഇയാളുടെ ഫാമിലിയും ചില വിഭാഗം ആൾക്കാരും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇൻ റിയാലിറ്റി മതത്തിനുമപ്പുറം കോമൺ സെൻസ് ഉള്ള എല്ലാവരും സമാധി പൊളിക്കണം, അതിനു പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ക്യൂരിയോസിറ്റി ഉള്ളവരായിരുന്നു. ഇവിടെ ആരും ഒരു തരത്തിലുള്ള റിലീജിയസ് ബിലീഫിനും എതിരല്ല. നാച്ചുറൽ ഡെത്ത് ആയിരുന്നെങ്കിൽ പോലും കൺസേൺഡ് അതോറിറ്റിയെ കൊണ്ട് കൺഫേം ചെയ്തിരുന്നുവെങ്കിൽ ഇത് ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് പോകില്ലായിരുന്നു. അതിനാൽ തന്നെ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ഫാമിലിക്ക് തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം പബ്ലിസിറ്റി എന്നുള്ളതാണ്. സ്വാഭാവിക മരണത്തെക്കാൾ എന്തുകൊണ്ടും പവറും ന്യൂസ് വാല്യൂവും സമാധിക്ക് തന്നെയാണ്. സമാധിയിൽ പല വാർത്തകളും മുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അച്ഛന്റെ സമാധി ആ ക്ഷേത്രത്തിലും അതുപോലെ അവരുടെ ഫാമിലിക്കും ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തതാകാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ആ ഫാമിലി ഉദ്ദേശിച്ചത് നടന്നു. സമാധി മഹാസമാധിയായി മാറിയിരിക്കുന്നു. ഇവിടെ മലയാളികളെല്ലാം സമാധി വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് മക്കൾ അയാളെ കൊലപ്പെടുത്തി എന്ന് കരുതിയിട്ടല്ല. ഇൻസ്റ്റന്റ് ഇത്രയും കൺഫ്യൂഷൻസ് നിലനിൽക്കുമ്പോൾ അതിൽ പോലീസിന് ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല എങ്കിൽ ഫ്യൂച്ചറിൽ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താകുമെന്ന് ഓർത്തിട്ടാണ്. നാളെ ആർക്കും ആരെയും എന്തും ചെയ്യാം, എന്നിട്ട് അതിനെ റിലീജിയസ് ബിലീഫ് എന്ന പേരിൽ കവറപ്പ് ചെയ്യാം എന്ന സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ, നാളെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയെ അവരുടെ ഇൻലോസ് നിർബന്ധിച്ച് സതി പെർഫോം ചെയ്യിക്കുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വിൽ ദാറ്റ് ബി ഓൾ റൈറ്റ്? വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയിലുള്ളത് വളരെ നേർത്ത ബ്ലർ ആയിട്ടുള്ള ഒരു ലൈനാണ്. അത് എവിടെയാണ് എന്ന് ഡിഫൈൻ ചെയ്യേണ്ടത് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഡ്യൂട്ടിയാണ്. നമ്മുടെ നാട്ടിൽ റിലീജിയസ് ബിലീഫ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ അത് ഒരിക്കലും നമ്മളെ പരസ്പരം വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്ന ഒന്നാകരുത്. ഒരാളുടെ ബിലീഫ് അയാളുടെ ലൈഫിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ബിലീഫിനും കൾച്ചറിനും എല്ലാം മുകളിൽ മനുഷ്യന്റെ ബേസിക് റൈറ്റ്സ് ആയിരിക്കണം പ്രയോറിറ്റി. റിലീജിയൻ ഷുഡ് ഓൾവേസ് ബി പേഴ്സണൽ, നെവർ പൊളിറ്റിക്കൽ. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റ്സിലൂടെ ദയവായി ഞങ്ങൾ എഴുതി അറിയിക്കുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, കമന്റ്, ഷെയർ, ആൻഡ് ഫോർ മോർ വീഡിയോസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് enable the bell button. Thank you.